സഭയിലെ കടിപ്രസംഗത്തിൽ വാഴ്ത്തുപാട്ട് ഉദ്ധരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. പാട്ട് എഴുതിയവർ മുഖ്യമന്ത്രി കുതിരയാണ്, സൂര്യനാണ് എന്നൊക്കെയാണ് വിവരിക്കുന്നത്. ഒരാൾ പോലും മുഖ്യമന്ത്രി മനുഷ്യനാണ് എന്ന് എഴുതിയില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചു. തുള്ളി വെള്ളത്തിനായി നെട്ടോട്ടമിടുന്ന പാലക്കാട് ജനതയെക്കുറിച്ച് ഓർക്കാതെയാണ് ബ്രൂവറി തുടങ്ങാനുള്ള സർക്കാർ നീക്കമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പറഞ്ഞു. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, അദ്ദേഹം അങ്ങേക്ക് 8 മിനിറ്റ് സംസാരിക്കാം. ഞാൻ ഈ നന്ദി പ്രമേയത്തെ എതിർക്കുകയാണ് സാർ. മഹാരഥന്മാരുടെ സ്മരണകൾ ഇരുമ്പുന്ന ജനാധിപത്യത്തിന്റെ പരമോന്നതമായ ഈ ശ്രീകോവിലിൽ എനിക്ക് സംസാരിക്കുവാൻ ഒരു അവസരമുണ്ടാക്കി തന്ന പാലക്കാടൻ ജനതയോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ ഉയർന്ന അഭിമാനബോധത്തോടു കൂടിയിട്ടാണ് സാർ ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം ഞാൻ തോൽപ്പിച്ചത് വർഗീയതയാണ്. അത് BJP-യുടെയും സംഘപരിവാറിന്റെയും വർഗീയത മാത്രമല്ല, അവരോട് കിടപിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗീയതയും കൂടെ പരാജയപ്പെടുത്തിയിട്ടാണ് പാലക്കാടൻ ജനത എന്നെ നിയമസഭയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. BJP രണ്ടാമത് നിൽക്കുന്ന RSS-ന് വേരോട്ടമുള്ള പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ നിങ്ങൾ UDF-നെ തോൽപ്പിക്കുവാൻ എന്തെല്ലാം വൃത്തികേടുകളാണ് സാർ ചെയ്തത്? എന്തായി സാർ നിങ്ങളുടെ നീലപ്പെട്ടിയിലെ കള്ളപ്പണത്തിന്റെ അന്വേഷണം? 1 ഡസൻ മന്ത്രിമാരല്ലേ ഞാൻ അവിടെ കള്ളപ്പണം കടത്തുകയാണ് നീലപ്പെട്ടിയിൽ എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ചത്? ആ ആരോപണം ഉന്നയിച്ചിട്ട് 2 മാസം കഴിഞ്ഞിട്ട് ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത ഗതികേടല്ലേ സാർ നിങ്ങളുള്ളത്? ആ പാതിരാ നാടകം കേരളം കണ്ടതാണ്. ആ പാതിരാ നാടകം കണ്ട കേരളത്തിന് പാലക്കാട് സമ്മാനിച്ച വിജയമാണ് എന്റെ നിയമസഭാ സാമാജികത്വം എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആ രാത്രി നമുക്ക് മറക്കുവാൻ കഴിയുമോ സാർ? MB രാജേഷ് ഏതാ, DV രാജേഷ് ഏതാ എന്ന് കേരളത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു സിനിമയിൽ ശ്രീനിവാസനും തിലകനും യാത്ര ചെയ്യുമ്പോൾ പറയുന്നുണ്ട് നമ്മുടെ രണ്ടിന്റെ ശബ്ദം ഒരുപോലെയാണെന്ന്. എന്നാൽ പാലക്കാട്ട് VV രാജേഷിന്റെ MB രാജേഷിന്റെ ശബ്ദം ഒരുപോലെയല്ലായിരുന്നു സാർ, ഒന്ന് തന്നെയായിരുന്നു സാർ. ആ രാത്രിയിൽ ആ നിങ്ങളുടെ സഖ്യത്തെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇവിടെ വന്നു നിൽക്കുന്നത്. പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന പച്ചവർഗീയത നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഫസലിനെ കൊന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ രക്തം കൊണ്ട വസ്ത്രം അമ്പലത്തിൽ കൊണ്ടുപോയിട്ടിട്ടും TP ചന്ദ്രശേഖരൻ എന്ന നിങ്ങളുടെ കൊടി പിടിച്ച പഴയ സഹപ്രവർത്തകരെ കൊന്നിട്ട് മാഷാള്ള പതിച്ച സ്റ്റിക്കറാണ് എന്ന് പറഞ്ഞിട്ടും അവസാനിപ്പിക്കാതെ വടകരയിൽ നിങ്ങൾ വൃത്തികേടാണ് സാർ കാണിച്ചത്. കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഷാഫി പറമ്പിലെ പോലെ ചെറുപ്പക്കാരൻ, അയാളുടെ മതേതര മുഖത്തിന് നിങ്ങൾ കൊടുത്ത വ്യക്തമായിരുന്നില്ലേ കാഫിർ സ്ക്രീൻഷോട്ട്? എന്നിട്ട് അതിന്റെ അന്വേഷണം എന്തായി സാർ? ആ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പരാതി കൊടുത്ത ആളുകൾ തന്നെയാണ് ആ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലേ സാർ? ആ കാഫിർ സ്ക്രീൻഷോട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങളെ എക്സ്പോസ് ചെയ്തപ്പോഴെങ്കിലും നിങ്ങൾ ആ പച്ചവർഗീയത പറയുന്ന വൃത്തികെട്ട പണി നിർത്തുമെന്ന് വിചാരിച്ചു. നിർത്തിയില്ല സാർ. ആ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പ്രിന്റഡ് വേർഷനല്ലേ പാലക്കാട്ട് നിങ്ങൾ സിറാജ് പത്രത്തിലും സുപ്രഭാത പത്രത്തിലും കാണിച്ചത്? എന്താണ് സാർ നിങ്ങൾ ചെയ്തത്? സന്ദീപ് വാര്യർ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു പത്രത്തിൽ പരസ്യമായി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഈ വർഗീയ നാവിനെ അവസാനിപ്പിക്കേണ്ടേ എന്ന്. എന്തുകൊണ്ടാണ് സാർ നിങ്ങൾ അങ്ങനെ പരസ്യം കൊടുക്കുമ്പോൾ നിങ്ങൾ സുപ്രഭാതത്തിലും സിറാജിലും മാത്രം കൊടുത്തത്? അതേ ദിവസം തന്നെ നിങ്ങൾ പരസ്യം കൊടുത്ത മാതൃഭൂമിയിലും ദ ഹിന്ദുവിലും എന്തുകൊണ്ടാണ് സാർ ആ പരസ്യം കൊടുക്കാഞ്ഞത്? ഇനി സന്ദീപ് വാര്യർ BJP വിടുമ്പോ മാരാർജി ഭവനിലെ കരച്ചിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ കൂട്ടക്കരച്ചിൽ കേട്ടത് എവിടെയാണ് സാർ? അത് AKG സംഘം ആ കരച്ചിലിന് വേണ്ടിയിട്ടാണ് സാർ. അപ്പൊ BJP-യിൽ നിന്ന് ഒരാൾ പോലും കൊഴിയാൻ പാടില്ല എന്ന ഏറ്റവും അധികം താല്പര്യം CPM-നല്ലേ സാർ? CPM-ന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നല്ലോ നമ്മുടെ